എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പി തന്നെ തയ്യാറാക്കിയെടുക്കാം. സവാള ഇങ്ങനെയൊന്ന് ഉപ്പിലിട്ട് നോക്കിയോളൂ കേട്ടോ, വളരെ ടേസ്റ്റിയാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. ആദ്യം തന്നെ ഞാൻ ഈയൊരു റെസിപ്പിക്കായിട്ട് അടുപ്പത്തേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ 250 ml കപ്പാണെങ്കിൽ ഒരു 4 കപ്പ് വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു കപ്പാണെങ്കിൽ, വലിയൊരു കപ്പാണെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു തക്കോലം, 2 ഗ്രാമ്പൂ, ഞാൻ 2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയാണേ. നമ്മൾ മുഴുവൻ മല്ലി തന്നെ ഇതിന് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ മല്ലി ഒരുപാട് വേണ്ട. ഇനി ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീറ്റ്റൂട്ടാണ്. ഒരു ചെറിയ ബീറ്റ്റൂട്ട് ഞാൻ അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. വെള്ളം നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തിളച്ച് ആ മല്ലിയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ ഫ്ലേവർ ആ വെള്ളത്തിനകത്തേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലണം. വെള്ളം തിളപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യുക. ഇതിലേക്കിനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ ഉപ്പിലിടുമ്പോൾ കുറച്ച് ഉപ്പ് മുന്നിട്ട് തന്നെ നിൽക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പിൻ്റെ അളവ് കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്കിനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തുമാത്രം പുളി വേണം അതിനനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണേ. കാരണം ആ മല്ലിയും കുരുമുളകും ഒന്നും നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണ്ട. അതിൻ്റെ ഫ്ലേവറെല്ലാം ഇപ്പം തന്നെ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അരിച്ചെടുത്തു. ഇനി ഒന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ അരിച്ചെടുത്തെങ്കിലും ഈ ബീട്രൂട്ട് ഞാൻ കളയുന്നില്ല കേട്ടോ. ബീട്രൂട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അവസാനം നമുക്കിത് ആ ഉപ്പിലിടുന്ന സവാളയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടോ ബീട്രൂട്ടൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ട് കഴിക്കുന്നത്. ഞാൻ ഈ സമയം കൊണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം മാറുന്ന സമയം കൊണ്ട് ഞാൻ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള അരിയുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, തീരെ നൈസായിട്ട് തന്നെ സവാള അരിഞ്ഞെടുക്കണം കേട്ടോ. ഒട്ടും കട്ടിയോടെ അരിഞ്ഞെടുക്കരുത്, നൈസായിട്ട് തന്നെ സവാള അരിഞ്ഞെടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളകും വേണം. ഇതെല്ലാം പച്ചമുളക് ഒന്ന് നടുക്കൂടെ ഒന്ന് കീറിയെടുത്താൽ മാത്രം മതി. സവാള അരിഞ്ഞെടുത്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഓരോ ഇതിലായിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാമേ. ഇനിയും ഞാൻ നല്ലൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഉപ്പിലൊക്കെ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ നനവൊന്നും കാണരുത്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ബീട്രൂട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. ഞാൻ ആ ബീട്രൂട്ട് ഈ ഏറ്റവും താഴത്തെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതങ്ങനെ കിടക്കട്ടെ. അതാകുമ്പോൾ കുറച്ച് ദിവസം അങ്ങനെ ഇരിക്കുമ്പോഴേ നന്നായിട്ട് നമുക്ക് ബീട്രൂട്ട് കിട്ടും കേട്ടോ. ഇപ്പം തന്നെ വളരെ ടേസ്റ്റിയാണ് കഴിക്കാനേ. ആ വിനാഗിരി ഉപ്പും ഒക്കെ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്, വളരെ ടേസ്റ്റിയാണ്. ഞാനത് കഴിഞ്ഞ് സവാളയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഞാനിതൊന്ന് ലെയറായിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുക കേട്ടോ. സവാള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഞാനൊരു 4 സവാള ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അങ്ങനെ സവാളയെല്ലാം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഇപ്പം ചൂടൊക്കെ ആറിയിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അടച്ച് ഒരു ദിവസം ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം. പക്ഷേ കണ്ടോ, വെള്ളത്തിലിട്ടപ്പം തന്നെ ആ സവാളയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ആ ഇഞ്ചിയുടെ ഫ്ലേവറും ഒക്കെ ഇറങ്ങണമെങ്കിൽ 1-2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം മാത്രം എടുക്കുക. അത് കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാവുന്നതാണ്. അങ്ങനെ അവിടെ ഉപയോഗിക്കാൻ നേരം മാത്രം എടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പിലിട്ട റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.